ലോകത്താകമാനമുള്ള കോടിക്കണക്കിന് പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോക്താക്കളെ ബാധിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിന്റെ ഒരു ജനപ്രിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് 10 ഉള്ള പിന്തുണ തങ്ങൾ നിർത്തലാക്കുന്നു എന്നതാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പുറത്തുവിട്ടിരിക്കുന്ന ആ വാർത്ത. ഈ തീരുമാനം പ്രാവർത്തികമായാൽ അത് ലോകത്താകമാനമുള്ള 240 ദശലക്ഷം അഥവാ 24 കോടിയോളം പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോക്താക്കളെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിലൂടെ ഇത്രയധികം PC-കൾ ഉപയോഗശൂന്യമാവുകയും അതുമൂലമുള്ള ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ലോകത്ത് കുന്നുകൂടുകയും ചെയ്യാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മൈക്രോസോഫ്റ്റിന്റെ ഈ ഒറ്റ തീരുമാനം കൊണ്ട് മാത്രം ഉണ്ടാകാൻ പോകുന്ന ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ തൂക്കം ഏകദേശം 48 കോടി കിലോഗ്രാമോളം വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏകദേശം 20% കമ്പ്യൂട്ടറുകളും മൈക്രോസോഫ്റ്റിന്റെ ഈ നടപടിയോടെ ഉപയോഗശൂന്യമായി തീർന്നേക്കാമെന്നാണ് ചില സർവേകളിൽ പറയുന്നത്. 2025 ഒക്ടോബർ 14 മുതലായിരിക്കും ഇത് നടപ്പിൽ വരിക. AI സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഉൾപ്പെടെയുള്ള പുതിയ സോഫ്റ്റ്വെയറുകൾ PC-കളിലേക്ക് കൊണ്ടുവരാനാണ് മൈക്രോസോഫ്റ്റ് ഈ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പുതിയ മാറ്റം വരും വർഷങ്ങളിൽ PC വിപണിയെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. വിൻഡോസ് 10 പിന്തുണ മൈക്രോസോഫ്റ്റ് അവസാനിപ്പിച്ചാലും പ്രസ്തുത OS-ൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകൾ തുടർന്ന് ഉപയോഗിക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. എന്നാൽ തുടർന്നങ്ങോട്ട് അപ്ഡേഷനുകൾ ഉണ്ടായിരിക്കില്ല എന്നതിനാൽ ഇവയുടെ ഉപയോഗം സുരക്ഷിതമായിരിക്കില്ല. മാൽവെയറുകൾ, വൈറസുകൾ, മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവയ്ക്ക് കമ്പ്യൂട്ടർ ഇരയാകുമെന്ന് മാത്രമല്ല, ഈ അവസരം ഹാക്കർമാർ, സൈബർ ക്രിമിനലുകൾ തുടങ്ങിയവർ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്തേക്കാം. ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ മൈക്രോസോഫ്റ്റിൽ നിന്നും നിങ്ങൾക്ക് സഹായവും ലഭിച്ചേക്കില്ല. ഒരു പതിറ്റാണ്ട് വരെ പഴക്കമുള്ള OS ഉപയോഗിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയാനാണ് ഇപ്പോൾ ഈ നടപടി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ 2025 ഒക്ടോബർ 14 ശേഷവും വിൻഡോസ് 10 ഉപയോഗിക്കുന്നവർക്ക് പണം നൽകി അപ്ഡേഷനുകൾ നടത്താം എന്നും പറയുന്നുണ്ട്. എന്നാൽ അതിന് എന്ത് ചെലവ് വരും എന്നത് മൈക്രോസോഫ്റ്റ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന പുതിയ സോഫ്റ്റ്വെയറുകൾ പുറത്തിറങ്ങുന്നതോടെ ആളുകൾ അത്തരം സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകൾ തിരഞ്ഞെടുക്കുകയും വിൻഡോസ് 10 ഉപയോഗിക്കുന്നവരുടെ എണ്ണം സ്വാഭാവികമായി കുറഞ്ഞു വരികയും ചെയ്യും. അതേസമയം വിൻഡോസ് 10 വരെയുള്ള വിൻഡോസ് പതിപ്പുകൾ മിക്ക ഹാർഡ്വെയറുകളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നവയാണ്. എന്നാൽ വിൻഡോസ് 11 അത് സാധ്യമാവില്ല. അതിന് മൈക്രോസോഫ്റ്റ് നിഷ്കർഷിക്കുന്ന കരുത്തു വേണം. ഇത് പുതിയ കമ്പ്യൂട്ടറുകൾക്ക് ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയായാൽ ലോകത്ത് വൻതോതിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കുന്നുകൂടുകയും അവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. 2021 തുടക്കത്തിൽ മാത്രം 64.4 മെട്രിക് കിലോ ടൺ ഈ മാലിന്യങ്ങളാണ് ലോകത്ത് പുറന്തള്ളിയത്. ഓരോ വർഷവും ഇത് വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ 1% മാത്രമേ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കൂ. വിഷം വമിക്കുന്ന രാസവസ്തുക്കളും ലോഹങ്ങളും മണ്ണിലേക്ക് എത്തുന്നു എന്നതാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ ഏറ്റവും വലിയ ദോഷം. അങ്ങനെയിരിക്കെ മൈക്രോസോഫ്റ്റിന്റെ ഈ പുതിയ നടപടിയിലൂടെ ലോകത്ത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഇത്രയധികം ഈ വേസ്റ്റുകൾ വലിയ ഒരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കുറിക്കൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.